ഓക്കെ, നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. प्रार्थना के साथ आज इस सेवा का हम पे शुरू होने वाला है. आइए हम प्रार्थना करें. पास्टर शशिधरन ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയെ സഹായിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ യോഹന്നാനെ സ്വന്തമായി ഞാൻ ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ കൂടി വരുവാൻ പരിശുദ്ധനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം കൂടി ഒരുക്കി തന്ന കൃപയ്ക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, 2 or 3 പേരുടെ നാമത്തിൽ കൂടി വന്നൊക്കെയും അവർ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ മഹാദൈവമേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഓഡിറ്റോറിയത്തിലുള്ളതിന് ആ ദൈവത്തെ വാർത്തുകയാണ്. ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ആദ്യയോട് അവസാനം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുതലൊക്കെയും അവർ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ ദൈവമേ, അങ്ങനെ കലങ്ങൾക്ക് അനുകൂലമായുള്ളതിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ ദൈവം കൂട്ടിവരുത്തൽ ക്രമച്ചാൽ ഞാൻ കഥാനെ വാർത്തുകയാണ്. ദൈവമേ, ആ ഈ കുടുംബത്തിൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയോട് കഥാവോട് ഇരുന്ന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഥാവേ, ഇവിടെ നടക്കുന്ന വിശുദ്ധ ആശീർവദിക്കാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ കഥാവി ബലപ്പെടുത്താമേ. അങ്ങയുടെ ദാസൻ കുഞ്ഞിനെ കരം പിടിച്ച് ഉഭയസമയം ചെയ്യുമ്പോൾ സ്വർഗം തുറന്ന് കഥാവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ദൈവത്തോട് ഈ ഭവൻ പ്രാർത്ഥിക്കുന്നേ. കഥാവേ, ക്രിസ്തുവിടെ മുൻകൂടെ ഈ ഭൂമിയിൽ ഉടക്കുന്നതിനാൽ ഞാൻ നന്ദിയുള്ളവരാ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇതൊരു ആത്മീയ ശുശ്രൂഷയായിരിക്കാൻ ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ായിരിക്കുന്ന കർത്താദാസന്മാരെ തിരുകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷകൾ നടപടിയാൽ ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമി പാടുന്നവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ കർത്താവേ, ഈ വിവാഹ ശുശ്രൂഷ അനുകൂലമായി തീരുവാൻ പരിശുദ്ധാത്മാവിനെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തൃക്കരെ സൗഹൃദമായി താഴ്ത്തുന്നു. നിന്റെ ചേർമാനായിരിക്കുന്ന ഭാഷക്കാരി സ്തോത്രം. നിന്റെ ദാസനെ തുടർന്ന് ശുശ്രൂഷ നിയന്ത്രിക്കാൻ ആവശ്യമെല്ലാ കൃപകൾ നിന്റെ വൃത്തിന്മേൽ ദൈവം ഭാഗമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നേ. കർത്താവേ, ദൈവം അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം മഹത്വമെല്ലാം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്തരമായി അപേക്ഷിക്കുന്നത് ദൈവമൂലം കേൾക്കണം. സുഖിക്കുന്ന പിതാവേ, ആമേൻ.
come to forward and read Psalms number 45. Abraham K. George വായിക്കുന്നത്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കഴിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളുമേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനുള്ളവരെ നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് പെരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഈ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ബന്ധമന്ദിരങ്ങളിൽ നിന്ന് കപിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി കോപീർത്ഥം അണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിച്ചായിക്ക. സജനത്തെയും നിന്റെ പുതുമണത്തെയും മറക്കാം. ഇപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർഗവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവുകൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസവും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഈ സ്ഥലത്ത് കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. വസിക്കുമാറാകുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അടുത്തു വരികയാണ്. വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിലൂടെ കുടുംബജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ പോകുന്ന പ്രിയ ടോമിനായി ഗ്ലോറിയയ്ക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ വലിയ കൃപ നിന്റെ മക്കളുടെ മേൽ പകർന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടേതായ വിദ്യാഭ്യാസം, അവരുടെ ജോലി ഒക്കെ അനുഗ്രഹമായി തീർന്നു. അതിനേക്കാൾ അപ്പുറമായി ചെറുപ്രായത്തിലെ അവരെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പനകളെ അനുസരിച്ച് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം വിളിച്ച് വേർതിരിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവരുടെ പേരൻസിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഭയഭക്തിയോടെ കർത്താവെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം അവരെ ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഇന്നത്തെ ഈ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ കൃപ, വലിയ സാന്നിധ്യം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഇതിലിടയുന്ന ദിവദാസനായി സ്തോത്രം. ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവികമായ അഭിഷേകത്താൽ നിന്റെ ദാസന്മാരെ ദൈവം നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. This is the day that God has made. We will rejoice and be glad in it. This was the Lord's doing, this marvelous in our lives. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുന്നു.
എല്ലാ ദൈവത്താൽ സംഭവിക്കുന്നു നമുക്ക് ആശ്ചര്യമാകുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി തക്ക സമയങ്ങളിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവകൃപയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. We praise you all the precious and matchless name of our Lord and Savior Jesus Christ. കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും വന്ദനവും ഈ പ്രാരംഭ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. We are all waiting for a special day. ഇങ്ങനൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ കഴിഞ്ഞ ചില നാളുകളായിട്ട് പ്രിയ മാതാപിതാക്കളും അവരെ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയുമെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായ നിലയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर उचित समय पर सब कुछ अपना विधान के अनुसार कार्य करते हैं. ദൈവം തക്ക സമയങ്ങളിലെല്ലാം നന്നായിട്ട് ചെയ്യുന്നു. പ്രാർത്ഥനയുടെ മറുപടിയാണ് നമുക്കിന്ന് പകൽ കാണാൻ കഴിയുന്നത്. നമ്മൾ അത് സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകല് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കുവാൻ വേണ്ടി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വി.പി. തോമസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് 7 വർഷമായിട്ട് പുതുപ്പള്ളി സഭയുടെ ശുശ്രൂഷകനായിട്ട് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ ദൈവസഭയുടെ ഒരു സീനിയർ മോസ്റ്റ് പാസ്റ്ററാണ്. അതോടൊപ്പം കോട്ടയം ഈസ്റ്റ് സെന്ററിന്റെ സെൻട്രൽ ശുശ്രൂഷകനായും ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് ഭരണസമിതിയിലെ കൗൺസിൽ ഒരു അംഗമായിട്ടും അപ്പോൾ തന്നെ ദൈവസഭയുടെ ഓൾ ഇന്ത്യ ഗവേണിംഗ് ബോഡിയുടെ ഒരു മെമ്പറായിട്ടും സ്തുത്യർഹമായ സേവനം ചെയ്തു വരുന്ന വളരെ അനുഗ്രഹീതനായ ദൈവദാസനാണ് പാസ്റ്റർ വി.പി. തോമസ്. ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് ഈ ശുശ്രൂഷ നടത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സ്നേഹത്തോടുകൂടി ആദരവോടുകൂടെ ഞാൻ കർത്താവിന്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ വേണ്ടി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി. ജോയ് അവരുകളാണ്. നീണ്ട വർഷങ്ങളോളം മഹാരാഷ്ട്രയിലുള്ള IPC സഭയുടെ നേതൃനിരയിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച കർത്താവിന്റെ ദാസൻ അനുഭവ സമ്പത്ത് കൊണ്ടും പരിചയം കൊണ്ടുമൊക്കെ വളരെ തഴക്കം വന്ന ഒരു അനുഗ്രഹീതനായ ശുശ്രൂഷകനാണ് പാസ്റ്റർ പി. ജോയ്. ഞാൻ ബോംബെയിലൊക്കെ ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ എനിക്ക് അദ്ദേഹത്തിന്റെ വിവാഹ ശുശ്രൂഷകളൊക്കെ സംബന്ധിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയ കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. ഇപ്പോഴും ബോംബെയിലുള്ളതായിരിക്കുന്ന ആ ഡിസ്ട്രിക്റ്റിന്റെ ചുമതലകൾ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. താമസിക്കുന്ന കേരളത്തിലാണെങ്കിലും താന് ഇപ്പോഴും ഡിസ്ട്രിക്റ്റിന്റെ ചുമതല വഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അനുഗ്രഹീതനായ ദൈവദാസനെ ഞാൻ ഈ സമയത്ത് കർത്താവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയ ഗോവിയയുടെ പ്രാദേശിക സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ
പാസ്റ്റർ PJ രാജു അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവദാസന്റെ ശുശ്രൂഷ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ബോംബെയിൽ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരു പ്രത്യേക മീറ്റിംഗ് അദ്ദേഹത്തെ വിളിക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളോടൊപ്പം അദ്ദേഹത്തെ താമസിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ആ കർത്തദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസനെ ഞാൻ ഈ സമയത്ത് കർത്താവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ നിയുക്ത വരനെയും വധുവിനെയൊക്കെ അവരുടെ ഉഭയസമ്മതം ചൊല്ലി അവരെ യോജിപ്പിച്ചതിന് ശേഷമായിട്ട് അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന കർത്തദാസനുണ്ട്. ആ പ്രിയ കർത്തദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. KV ജോസ്, ആ പ്രിയ ദൈവദാസനെ ഞാൻ ഈ പ്രത്യേക സമയത്ത് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശേഷിയായി ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിച്ച കർത്താവദാസൻ പാസ്റ്റർ ശശിധരൻ അവരുകൾ, ഈ വേദിയിലായിരിക്കുന്ന മർക്കോസ് പാസ്റ്റർ, കർത്താവിൽ ബഹുമാനായിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ ആദരിക്കുന്ന ആദരണീയനായ കർത്താവദാസൻ പാസ്റ്റർ PT തോമസ് അവരുകൾ, ഈ സദസ്സിൽ ആയിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, ആ പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുവാനായിട്ട് സമീപത്തു നിന്നും ദൂരത്തു നിന്നുമായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ബന്ധുമിത്രാദികളായി, ചർച്ചക്കാരായി, സഭാവിശ്വാസികളായി, അതിനിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിലെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ വേദിയിലായിരിക്കുന്ന വത്സല്യ, ടോം, ഗ്ലോറിയ പ്രിയപ്പെട്ടവർ, നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കാണ്. കാരണം ഇവിടെ ഇരിക്കുന്നതിനെ അവർ നിമിത്തമാണ്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ടോമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ടോമിന്റെ പേരൻസ് പ്രിയ എബ്രഹാം, എബ്രഹാം, അവർ പുതുപ്പള്ളി സഭയുടെ വളരെ ആക്റ്റീവായിരിക്കുന്ന മെമ്പേഴ്സ്. അവർക്ക് കർത്താവ് 2 മക്കളെയാണ് ദാനമായി കൊടുത്തിട്ടുള്ളത്. മൂത്ത മകൾ ധാനിയ, ആ പ്രിയപ്പെട്ടവര് കുടുംബമായിട്ട് അയർലൻഡ് സെറ്റിൽഡാണ്. ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചേരുവാനായിട്ട് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ അറിയാം, അദ്ദേഹം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം ബിടെക്കും എംടെക്കും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ബിരുദവും എടുത്ത ഒരു സഹോദരനാണ്. ഞാൻ പുതുപ്പള്ളി സഭയിൽ പുതുപ്പള്ളിയൊക്കെ കടന്നു പോകുമ്പോൾ, എൻ്റെയും മാതൃസഭ പുതുപ്പള്ളി സഭയാണ്, ഞാൻ പ്രിയ സഹോദരനെ ശ്രദ്ധിക്കാറുണ്ട്. വളരെ ശാന്തനായ സ്വഭാവക്കാരൻ, ഒരു ഹെഡ് വെയിറ്റുമില്ല. ഇത്രയൊക്കെ വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഉന്നതമായ ജോലിയും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും
വളരെ താഴ്മയോടുകൂടി അദ്ദേഹത്തെ കാണുമ്പോൾ അറിയാം, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം, വളരെ ശാന്തശീലനായ ഒരു അനുഗ്രഹിക്കുന്ന പ്രിയ മകനാണ് ടോം. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവഭയത്തിൽ വളർത്തുവാൻ ദൈവം കൃപ ചെയ്തു. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പല കുഞ്ഞുങ്ങളെയും ഓർത്ത് അവിടെ മാതാപിതാക്കൾ ദുഃഖിക്കുമ്പോൾ ഇങ്ങനൊരു വേദിയിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരുവാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ പ്രിയ ടോം, അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം ചാണ്ടികളില്ല, പഞ്ചാബില്ല. ഭാഷയുടെ അല്പ പരിമിതികൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ പോലും മലയാള ഭാഷയുടെ, പക്ഷേ ദൈവ വഴി വിട്ട് ഒരു കാരണവശാൽ അദ്ദേഹത്തിന് ചലിക്കാനിടയായിട്ടില്ല. അത്രമാത്രം നല്ല ഒരു ശിക്ഷണത്തില് അവനെ വളർത്തുവാനായിട്ട് പ്രിയ മാതാപിതാക്കൾക്ക് ഇടയായിട്ടുണ്ട്. എനിക്ക് പിന്നാലെ കർത്താവദാസനെ ഗ്ലോറിയയുടെ സഭയുടെ പാസ്റ്റർ PJ രാജു അവറുകള് പ്രിയ ഗ്ലോറിയയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്ലോറിയയെ കുറിച്ച് അധികം കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ വാത്സല്യ ഭവനം എന്നും എല്ലായ്പ്പോഴും ദൈവസഭയ്ക്ക് ഒരു അഭിമാനമാണ്. ഈ അനുഗ്രഹീതമായിരിക്കുന്ന വിവാഹ ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കടന്നു വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിവാഹമെന്ന ഈ സ്ഥാപനം is a God's institution. ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് വിവാഹം എന്ന്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം ലേഖന കർത്താവ് 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും. The marriage is honorable in all. അപ്പോൾ അത്രമാത്രം ഇത് മാന്യമായ ഒരു ശുശ്രൂഷയാണ്. ദൈവസ്ഥാപിതമായതുകൊണ്ട് ഈ ശുശ്രൂഷ എല്ലാവർക്കും അഭികാമ്യമാണ്. അത് മതനേതാക്കന്മാരാണെങ്കിലും ശരി, എത്ര ആത്മീയ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്നവരാണെങ്കിലും ശരി, ആർക്കും ഈ വിവാഹം വിലക്കപ്പെട്ടിട്ടില്ല. ദൈവം തന്നെ പാപ നിഷ്പാപമായിരിക്കുന്ന മനുഷ്യന്റെ സ്ഥിതിയിൽ, ആ അവസ്ഥയിൽ ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് നമ്മളതിനെ പറയാറുണ്ട് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനം, വിവാഹ ജീവിതത്തിൽ ഒട്ടും തന്നെ മാലിന്യങ്ങളില്ല. വിവാഹ ജീവിതത്തിന് പുറത്തുള്ള ജീവിതമാണ് വിവാഹേതര ജീവിതം. ആ ബന്ധങ്ങൾ, ആ ശാരീരിക ബന്ധങ്ങൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ നിശ്ചയമായിട്ടും പാവം തന്നെയാണ്. പക്ഷേ വിവാഹം എന്ന് പറയുന്നത്, ആ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും അത് പാവുന്നില്ല. അതുകൊണ്ട് തന്നെ മാന്യമായിട്ടുള്ള ഒരു ശുശ്രൂഷയെന്ന് അതെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് 12 ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് വേഗത്തില് ഞാൻ തുറന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ പ്രിയ ഗ്ലോറിയയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് പാസ്റ്റർ PJ രാജു അവരെ ഞാൻ ക്ഷണിക്കുന്നു. കഥാവിൽ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന പാസ്റ്റർ രാജൻജിക്ക്, ഇത് solemnly ചെയ്ത പാസ്റ്റർ VP തോമസ്, മഹാരാഷ്ട്ര APC പ്രസ്ഥാനത്തിന് ദീർഘവർഷങ്ങൾ നേതൃത്വം നൽകിയപ്പോൾ ഞങ്ങൾ ഉൾപ്പെടുന്ന മുംബൈ ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ പാസ്റ്ററുമായിരിക്കുന്ന
പ്രിയ പാസ്റ്റർ പി ജോയ്, പ്രിയ ജോയിച്ചായൻ, താൻ ഗ്ലോറിയയുടെ പിതാവ് ബെന്നി ബ്രദറിൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘവർഷങ്ങളിലെ പാസ്റ്ററാണ്. ഗ്ലോറിയയുടെ ദീർഘവർഷങ്ങളിലെ ലോക്കൽ പാസ്റ്റർ കൂടെയാണ്. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന പ്രിയ പി തോമസ് സാർ, സ്റ്റേജിലും എൻ്റെ മുൻപിൽ വായിക്കുന്ന ദൈവദാസന്മാർ, ഗ്ലോറിയയുടെ കുടുംബം, അതുപോലെ തന്നെ ടോമിൻ്റെ കുടുംബം, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെയാണ് പ്രിയ ഗ്ലോറിയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഇൻട്രഡക്ഷൻ മാത്രമേ ഞാൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങളുടെ മുംബൈയിലുള്ള IPC പൻവേൽ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ ബ്രദർ ബെന്നി വർഗീസ് ആൻഡ് സഹോദരി മോളി റേച്ചൽ ബെന്നി. അവരുടെ ഏക മകളാണ് ഗ്ലോറിയ. ഗ്ലോറിയ നന്നായി വിദ്യാഭ്യാസം ചെയ്ത് ഷീ ഈസ് എ കമ്പ്യൂട്ടർ engineer. And earlier she was working with the Shell company, and now she is working as a software engineer in one of the US-based software companies. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ജോലി നൽകുകയും ചെയ്തു. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരി വളരെ ചെറുപ്പം മുതൽ തന്നെ ആത്മീയമായി കർത്താവിനെ അറിയുവാനും കർത്താവിൽ വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ ഒരു പ്രാർത്ഥനാ ജീവിതം കുഞ്ഞായി നിൽപ്പാനും ദൈവങ്ങൾക്ക് ഇടയാക്കി. ഞങ്ങളുടെ PYPയുടെ ട്രഷറാണ് ഗ്ലോറിയ. ഞങ്ങളുടെ ലോക്കൽ സഭയുടെ വർഷിപ്പ് ലീഡറാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ പൻവേൽ IPC സഭയുടെ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും ഒക്കെയുള്ള യൂത്ത് മത്സരങ്ങളിലൊക്കെ ഞങ്ങളുടെ സഭയ്ക്ക് എപ്പോഴും അഭിമാനമാക്കി നിലനിർത്തുന്നത്, ഞങ്ങളെ നിലനിർത്തിയത് ഗ്ലോറിയ. സോ ഐ തിങ്ക് പുതുപ്പള്ളി ചർച്ച് ഓഫ് ഗോഡ് ചർച്ച് വിൽ ബി റിയലി ബ്ലെസ്ഡ് വിത്ത് യുവർ പ്രസൻസ്. കുടുംബവും വളരെ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. പ്രിയ ടോമിനെ മൊബൈൽ വന്നപ്പോൾ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ ദൈവവിടെയാക്കി. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വാക്കുകൾ ഒട്ടും അതിശയോക്തി അല്ല എന്ന് പേഴ്സണലായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. ആ കുടുംബങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഗ്ലോറിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗ്ലോറിയെ പോലുള്ള ഒരാൾ പ്രത്യേകിച്ച് ഞാൻ അവിടെ വെച്ച് എൻഗേജ്മെൻറ്റിനും പറയുന്നു, ഈ പാസ്റ്റേഴ്സായി ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ആളുകൾ വചനം സ്വീകരിക്കുന്നതാണല്ലോ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ ഒരു താല്പര്യമുണ്ടാകുന്നത്. ഗ്ലോറിയ അതിൽ ഒന്നാമതാണ്. ദൈവവചനം സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുകയും അത് മോഡേണായ കുഞ്ഞുങ്ങളെ പോലല്ല, അവൾ അതിനോട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഗ്ലോറിയ. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവളുടെ കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ. IPC പൻവേൽ സഭയുടെ ആശംസകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും തുടർന്നു വരുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾ അവളെ ഓർത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്നു ഇനി കുടുംബമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യുവജനങ്ങളാൽ ദൈവങ്ങളെ അനുഗ്രഹിക്കും.
ശുശ്രൂഷയിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ ഉത്തരവാദിത്തങ്ങൾ ദൈവവചനത്തിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ തെറ്റുകാരാണ്. അതുകൊണ്ട് ഇന്ന് പകല് വചന ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം ആണ്. തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പി ജോയി അവർ, മഹാരാഷ്ട്രയുടെ മുൻ പ്രസിഡന്റായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ച ദൈവദാസൻ, ഇന്നും കർത്താവിനാൽ അദ്ദേഹം ഉപയോഗിക്കപ്പെടുന്നു. ആ പ്രിയ കർത്തദാസനെ ഞാൻ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും, കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിവാഹത്തിൽ ഭൂമിഷ്ഠരായിരിക്കുന്ന വധുവരന്മാർക്കും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ അനുഭവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ മുന്നിൽ അധ്വാനിക്കുന്ന ശക്തന്മാരായ ദൈവഭക്തന്മാർക്കും ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾക്കും സ്നേഹിതർക്കും സഭാജനങ്ങൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. പ്രിയ ഗ്ലോറിയയുടെ വിഭാഗത്തെ സംബന്ധിപ്പാൻ എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ അഭിമാനത്തോടുകൂടി ഓർക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഗ്ലോറിയയെ ഒരു പരിധി വരെ ഇവിടെ പരിചയപ്പെടുത്തിയെങ്കിൽ അവളുടെ ജനനം മുതൽ ഇന്ന് വരെ എനിക്ക് അവളെ ശുശ്രൂഷിപ്പാനും ഒക്കെ എനിക്കിടയായ ഒരാളാണ്. ഞാൻ അവിടെ ലോക്കൽസ് അവിടെ ശുശ്രൂഷയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത് ഒരു 5 വർഷമേ ഉള്ളൂ. അവിടെ പ്രായത്തിൻ്റെ 5 വർഷം ഒഴിച്ചാൽ ബാക്കി 100 സമയവും അവിടെ ഒരു പാസ്റ്ററായിട്ട് ശുശ്രൂഷിപ്പാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ പ്രിവിലേജായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ആ പൈതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർപ്പിച്ചു, അവളെ ഒത്തിരി എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ഒരു കുഞ്ഞാണ്. അവളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവളെ ഞങ്ങളുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് PIPയുടെ പല പ്രാവശ്യം കരസ്ഥമാക്കുവാൻ കർത്താവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, ഇടയാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അവൾ നല്ലൊരു ഗായകയാണ്, നല്ലപോലെ പാട്ട് പാടുവാൻ കഴിവുണ്ട്. ചിലർക്ക് പാടുവാൻ കഴിവുണ്ട്, അതുപോലെ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെ പാടും, പ്രസംഗിക്കും. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം, ഞങ്ങളുടെ സഭയിലെ പെൺകുട്ടികളിൽ ഞാൻ അധികം സ്നേഹിക്കുന്ന പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയാണ് ഗ്ലോറിയ. അത് കാരണം വേറൊന്നുമല്ല, അവൾ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പൈതലാണ്. ഞാൻ പലപ്പോഴും അവളുടെ വീട്ടിൽ വിസിറ്റിംഗ് ചെല്ലുമ്പോൾ അവളെ ഞാൻ മോളിയോട് ചോദിക്കും, ഇന്ത്യ ഗ്ലോറിയ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും കണ്ണ് തുടച്ച് എന്നെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ 1-2 പെൺകുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സഭയിലുണ്ട്. അപ്പോൾ അവളൊരു പ്രാർത്ഥന പെൺകുട്ടിയാണ്, പാടുന്ന ഒരു പെൺകുട്ടിയാണ്, പ്രസംഗിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ പനവേൽ സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. ചെറുപ്പക്കാരുടെ നിലവാരത്തിൽ ഒരിടർച്ച ദൈവസഭയിൽ ഉണ്ടാകുവാൻ അവൾ നിമിത്തം ഇടയായിട്ടില്ല. അവൾ എന്നും ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആധുനിക കാലത്ത് അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അതിൽ അവളെ അനുഗ്രഹീതയായിരിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബെന്നിയെയും മോളിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാണ്. അവരുടെ വിവാഹം ഞങ്ങളാണ് ആലോചിച്ചത്. അവരെ തമ്മിൽ
യോജിപ്പിക്കുവാൻ ഹേതുവായി തീർന്നത് ഞങ്ങളാണ്. അങ്ങനെ ആ നിലയിലും ബന്ധമുണ്ട്. ബെന്നി അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാരംഭ ദശയിൽ അവൻ്റെ പാസ്റ്ററായിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് വലിയൊരു സമ്പത്ത് എന്നാണ്. ബെന്നിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ മിതമായിട്ട് സംസാരിക്കൂ. ആളുകളോട് പൊയ്മോഹം വെച്ച് സംസാരിക്കത്തില്ല. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും എന്നുകൊണ്ട് അധികം സംസാരിക്കുകയില്ല. അങ്ങനെ നല്ല സ്വഭാവ സവിശേഷതകളുള്ള ഒരു പിതാവാണ് അദ്ദേഹം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവസഭയുടെ ഏത് പണികാര്യങ്ങൾക്കും ശുഷ്കാന്തിയോടെ മുന്നേ നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഞങ്ങളുടെ സഭയിൽ 1-2 പേരുള്ളതിൽ ഒരാളാണ് ബെന്നി എന്ന് പറയുന്നത്. അടുത്ത ആളുകൾ കൂടെ ഈ യോഗത്തിൽ തന്നെയുണ്ട്. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ ഹെഡ്ക്വാർട്ടറിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പനവേലിൽ. അതിൻ്റെ ഒരു മേൽനോട്ടം ബെന്നിക്കുണ്ട്. ബെന്നിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും എടുക്കുകയും വേണ്ട പോരായ്മകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട് ദൈവസഭയുമായിട്ട് വളരെ അറ്റാച്ചായ ഒരു കുടുംബമാണ് ബെന്നിയുടെ കുടുംബം എന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോറിയെ ഭാര്യയായി ലഭിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. അവർ നിമിത്തം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും എന്നുള്ളതിന് പക്ഷാന്തരമൊന്നുമില്ല. തീർച്ചയായും ആ കുടുംബത്തിനും സഭയ്ക്കും അവൾ പോകുന്നിടത്തെല്ലാം ഒരനുഗ്രഹമായിരിക്കാൻ ദൈവകൃപ അവളോടുകൂടെ വ്യാപരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നോർക്കുന്നു. അവിടെ വിവാഹ ശുശ്രൂഷയിൽ വരുവാനും ദൈവത്തിൽ പങ്കുവയ്ക്കുവാനും എനിക്ക് ദൈവം നൽകിയ ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിമിതമായൊരു സമയമേ എനിക്കുള്ളൂ എങ്കിലും ആ സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കുവാനും കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവാഹം എന്ന് പറയുന്നത് എല്ലാ മാനവജാതിയിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. അത് ഒരു തരത്തിലല്ലെങ്കിൽ ഏത് തരത്തിലാണെന്ന് പറഞ്ഞാലും ആ വ്യവസ്ഥിതിയുടെ അതിര് ലംഘിക്കുവാൻ ആരും സാധാരണ ബന്ധപ്പെടാറില്ല. കാരണം സ്വർഗത്തിൻ്റെ ദൈവമാണത് സ്ഥാപിച്ചതിനാൽ അത് ലംഘിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ സകല മനുഷ്യരും അതിന് വിധേയപ്പെടുകയാണ്. പെന്തക്കോസ്തുകാരായ നാം ദൈവവചന പ്രകാരം മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നതിനാൽ ഇത് സ്ഥാപിച്ചതും സ്വർഗത്തിലെ ദൈവമാണെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നതിനാൽ നമുക്കത് അങ്ങനെ തന്നെ കാണുവാൻ കഴിയുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ച് ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചിന്താഗതി അനുസരിച്ച് ദൈവത്തിനൊരു ധാരണയുണ്ടാകും. പുരുഷൻ എങ്ങനെയായിരിക്കണം, സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് ഒരു നല്ല നോളജ്, നല്ല അറിവിലാണ് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചത്. പല ആളുകളും പല രീതിയിൽ അത് പിന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവദിനത്തിൽ തന്നെ അതിന് വിപരീതമായി നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായി എടുത്തു കാണിക്കുവാൻ കഴിയുമെങ്കിലും ദൈവം വെച്ചിരുന്ന ഒരു വ്യവസ്ഥിതി, ഒന്ന് സ്ത്രീയെയും പുരുഷനെയും രണ്ടായിട്ട് സൃഷ്ടിച്ച് 2 പ്രാവശ്യമായിട്ടാണ് സൃഷ്ടിച്ചത്. അത് ഒന്നാമത്തെ എൻ്റെ ചിന്താഗതി ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ വെച്ച ഒരു താല്പര്യമായിരുന്നു പുരുഷനേക്കാൾ സ്ത്രീ അല്പം പ്രായം കുറഞ്ഞിരിക്കണം. ചിലപ്പോൾ ദിവസങ്ങൾക്കായിരിക്കും, മാസങ്ങൾക്ക് ഒരു വ്യത്യാസമൊന്നും വന്നു കാണിക്കില്ല. പുരുഷനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ വാരിയലിൽ ഒന്നെടുത്ത് അവളെ സ്ത്രീയായി നിർമ്മിച്ച് അവൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയ ആ കാലയളവിനൊത്ത് ഉള്ള വ്യത്യാസം സ്ത്രീ പുരുഷൻ തമ്മിൽ പ്രായവ്യത്യാസം ദൈവം അന്നേ സൃഷ്ടിപ്പിൽ തന്നെ സൃഷ്ടി ചെയ്യുക. ഒരു പരിധിവരെ ഇന്ന് നമ്മളത് അംഗീകരിച്ചും അനുസരിച്ചും പോകുന്നവരാണ്.
അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം പറയാനുള്ളത്, സൃഷ്ടിപ്പിൽ തന്നെ വെച്ച വേറൊരു കാര്യമാണ്, ദൈവം ഭാര്യയിൽ കൊണ്ടാണ് ഈ സ്ത്രീ ഉണ്ടാക്കിയത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പാസ്റ്റർ പി ജെ രാജു ഞാനും ഒക്കെ ഞങ്ങളുടെ ഗ്ലോറിയയെ കുറിച്ച് പൊക്കി പറഞ്ഞെങ്കിലും ബേസിക്കലി ഒരു കാര്യം ഞാൻ തുന്നോട് പറയാം, അവിടെ ഭാര്യയിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞെങ്കിലും ഭാര്യയുടെ വളമോഹമുണ്ട്. അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യണം. ഏത് സ്ത്രീക്കും ഭാര്യയിലെ വളമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം, പുരുഷന്മാർ മനസ്സിലാക്കണം. നമുക്കെല്ലാം വലിയ എക്സ്പെക്റ്റേഷനും വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന സ്ത്രീയെക്കുറിച്ച്. എന്നാൽ നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണ് കിട്ടും എന്നാരും വിചാരിക്കരുത്. അങ്ങനെ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് നമുക്ക് ഒരുപാട് മാച്ചിനി കൊണ്ടുപോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാണിച്ചാൽ ആ വളവ് ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ഇത് നിവർക്കാൻ പോകരുത് കേട്ടോ. ഇത് ഭാര്യയല്ല. ഇതിനെ നിവർക്കാൻ, ഇനി അടിച്ചു നിവർക്കാനൊക്കത്തില്ല, തൊഴിച്ചു നിവർക്കാനൊക്കത്തില്ല, കുത്തി നിവർക്കാനൊക്കത്തില്ല, ഒരു തരത്തിൽ നിവർക്കാനൊക്കത്തില്ല. പിന്നെ ഇത് പൊന്നെ പൊടിയെ കുഞ്ഞെ എന്നൊക്കെ വിളിച്ച് ഒരുമാതിരി പരുവത്തിന് കൊണ്ടുപോയാൽ വലിയ കുഴപ്പം കൂടാതെ വേണം ഈ കുടുംബജീവിതം മുൻപോട്ട് നയിക്കുവാൻ നിങ്ങൾക്ക് ഇടയായി തീരും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുകയാണ്. പ്രത്യേകം അതാണ് ചിന്തിക്കേണ്ടത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്ത്രീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ എത്ര വിദ്യാഭ്യാസം കൊണ്ട് മുന്തി നിന്നെന്ന് പറഞ്ഞാലും, എത്ര ശ്രേഷ്ഠമായ നിലവാരത്തിലാണെന്ന് പറഞ്ഞാലും നീ ഒരിക്കലും പുരുഷനോടൊപ്പം എത്തുകയില്ല. അതിൻ്റെ ആരോഗ്യ നിലവാരം നോക്കാം. ഫിസിയോളജിയിൽ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? ഒന്നും നോക്കണ്ട, HB നോക്കിയാൽ മതി. എത്ര പൊണ്ണവും വണ്ണവും തടിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പുരുഷന്റെ HBയുടെ അത്രയും സ്ത്രീ വരത്തിൽ ഒരിക്കലും. അഥവാ വന്നു പോയാൽ അതിന് നമ്മൾ അബ്നോർമൽ എന്നാണ് പേരിടുന്നത്, നോർമൽ അല്ല. ആ കാര്യം ഗ്ലോറിയ മനസ്സിലാക്കണം. ഞാൻ എത്ര പൊങ്ങിയാലും എത്ര കൂടിയാലും എത്ര ശ്രേഷ്ഠമായാലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അത്രയും വരികയില്ല. തമ്പുരാൻ സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇപ്പം HB പറഞ്ഞു പോയിരിക്കുക, ഒരു പുരുഷന്റെ ബ്ലഡ് ഗ്ലോറിയയിൽ ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ അത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേന് എന്താകുമെന്ന് അറിയാമോ? അതിൻ്റെ HB താഴും. പക്ഷേ ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്, അതിനെ പൊങ്ങാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പുരുഷന് സ്ത്രീ മനസ്സിലാക്കേണ്ട കാര്യം, പുരുഷൻ മനസ്സിലാക്കണം, എൻ്റെ സ്ത്രീയെ ഭാര്യയിലും കൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അതിൻ്റെ പോരായ്മകളും ബലഹീനതകളും അവരിൽ കാണും എന്നുള്ളതാണ്. പിന്നെ പുരുഷൻ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ത്രീ ബലഹീന പാത്രമാണെന്ന് വിചാരിച്ച് കൃപയ്ക്ക് കൂട്ടവകാശമാണെന്ന് വിചാരിച്ച് അവർക്ക് എന്തോ ചെയ്യണമെന്നറിയാമോ? അവർക്ക് ബഹുമാനിക്കണമെന്ന്. സാധാരണ ഈ ലോകത്തിൽ എല്ലാവരും അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ചെയ്ത ആളുകൾക്കാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദോസം പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ ബലഹീനതയ്ക്ക് ഒരു അവാർഡ് കൊടുത്തിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന പുസ്തകം ഒന്നേ ഉള്ളൂ, അത് ഈ പുസ്തകം മാത്രമേ ഉള്ളൂ. സ്ത്രീയുടെ ബലഹീനത കണ്ടിട്ട് അവർക്ക് ഒരു അവാർഡ് കൊടുത്തേക്കാം. ഒരു ബലഹീന പാത്രമാണെന്ന് കണ്ടില്ല. സ്ത്രീയുടെ കുഴപ്പം എന്താണെന്നറിയാമോ? അവരുടെ ബലഹീനത എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്ത്രീ ഒരിക്കലും ബലഹീനയാണെന്ന് സമ്മതിക്കത്തില്ല. അതാണ് അവരുടെ ബലഹീനത. സ്ത്രീകൾ ഒരിക്കലും ചെയ്തിരുന്നില്ല, ബലഹീനരാണെന്ന് സമ്മതിക്കാതിരിക്കുന്നതാണ് അവരുടെ ബലഹീനത. അപ്പോൾ ആ നിലവാരത്തിൽ ബലഹീനത എന്താണെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് തോന്നുന്നു ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഒരു വലിയൊരു മനഃശാസ്ത്രജ്ഞനും ഒരു കൗൺസിലറും ഒക്കെ അവരാണ് എഴുതിയിരിക്കുക. അപ്പം ടോമിനോട് ആ കാര്യം പറയാനുള്ളത്, ഗ്ലോറിയ വല്ലതൊക്കെ പറയും, സ്ത്രീകൾക്ക് എപ്പോഴും ഉള്ള ഒരു കാര്യം ഭർത്താക്കന്മാരോട് എപ്പോഴും വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയുന്നതിനൊന്നും എതിര് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി വിഷമമാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞിരിക്കുന്നത്,
നമ്പർ 1 കേൾക്കുമ്പോൾ ആദ്യം പറയുന്നത് ഹാ എന്ന് പറയണം, പിന്നെ ഹോ എന്ന് പറയണം, പിന്നെ ഇടയ്ക്ക് അയ്യോ എന്ന് പറയണം. ഈ 3 കാര്യം പറയാമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഒന്ന് ഹാ പറയണം, ഓ പറയണം, അയ്യോ എന്ന് പറയണം. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിനെ ശ്രദ്ധിച്ചു എന്നുള്ള നല്ല ബോധ്യമുണ്ട്. പക്ഷേ നീ പറയുന്നത് ശരിയാണെന്ന്, ഓ അങ്ങനെയാണോ, ആ അങ്ങനെയാണോ, അയ്യോ അതൊരു ആശ്ചര്യത്തോടുകൂടെ അങ്ങനെ ഒന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് ഭർത്താവിന് കുറച്ചുകൂടെ ഇൻസ്പിറേഷൻ കുറച്ചുകൂടെ തോന്നുന്നുണ്ട്. അപ്പം എൻ്റെ ഭാര്യ എന്നെ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കും എന്നോർത്തുകൊള്ളണം. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യത്തേ ഉള്ളൂ. പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഒരു നല്ല കുടുംബജീവിതം നിങ്ങളെ നയിച്ചു പോകണം എന്നുള്ള കാര്യം ഓർക്കുകയാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ 4 സാഹചര്യം എന്നാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. 1 സമ്മതം, 2 സമർപ്പണം, 3 സംയോജനം, 4 സഹകരണം. ഇത്രയും പ്രോസസ്സാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. സമ്മതം നിങ്ങൾ 2 പേരോട് സമ്മതിച്ചായിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, കുടുംബജീവിതം ചെയ്യുവാൻ നിങ്ങളെ സമർപ്പിക്കണം. സമർപ്പണമില്ലാത്ത കുടുംബജീവിതം സക്സസ് ആകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കർത്താവെ ഒരു കുടുംബജീവിതം ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള സമർപ്പണത്തോട് വേണം നിങ്ങൾ ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുവാൻ ഓർപ്പിക്കുകയാണ്. പിന്നെ സംയോജനം, കർത്താവിൻ്റെ വലിയൊരു ദാസൻ അല്പസമയം കഴിയുമ്പോൾ അവരെ തമ്മിൽ സംയോജിപ്പിക്കും. 4-ാമത്തേതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് പീരീഡ്. ഈ 3 ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നടന്നെന്ന് വരാം, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നടന്നെന്ന് വരാം. എന്നാൽ സഹകരണത്തിൻ്റെ മണ്ഡലം മൃത്യു വരെയാണ്. കാരണം വെച്ചാൽ ഈ വിവാഹബന്ധം നിങ്ങൾ ഉഭയസമ്മതം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണത്തല്ലാതെ ഒരു വേർപാടില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതിനാൽ നിങ്ങൾക്ക് ഇതിനിടയിൽ പരപ്രേരണയാലോ ഇഷ്ടപ്രകാരത്താലോ നിങ്ങൾ താല്പര്യപ്പെടുകൊണ്ടോ ഈ വിവാഹബന്ധത്തിൽ നൊഴിയുവാൻ കഴിയില്ല. ദൈവമാണ് ഇത് യോജിപ്പിക്കുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തിന് നിൽക്കുമ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നിങ്ങളുടെ ബന്ധം വേർപെടുത്തുവാൻ ആർക്കും അധികാരമില്ല. ഒരു ഗവൺമെൻറ്റിനുമില്ല, ഒരു കോർട്ടിനുമില്ല, ആർക്കുമില്ലെന്നുള്ള കാര്യം പ്രത്യേകത അറിഞ്ഞ് നിങ്ങളുടെ സഹകരണത്തിൻ്റെ മണ്ഡലമാണ് ഇന്നു മുതൽ നിങ്ങൾ മരിക്കുന്ന ദിവസം വരെ. ആ ദിവസത്തിൽ രോഗികളായെന്ന് വരാം, ദുഃഖിതരായെന്ന് വരാം, ബുദ്ധിമുട്ടുകൾ വരാം, ഭാരങ്ങൾ വരാം, പട്ടിണികൾ വരാം, പൈതാഹങ്ങൾ വരാം. ഏത് സാഹചര്യം വന്നാലും പരസ്പരം പഴിചാരാതെ വണ്ണം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ വിഷമിക്കുന്നു, അപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന അത്യുന്നതനായ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കാനായിട്ട് കടന്നു വരും. പരസ്പര ധാരണയോടും സഹകരണത്തോടും കൂടെ ഒരു കുടുംബജീവിതം ധന്യമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നോർത്തുകൊള്ളൂ. കുടുംബജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഒരു തക്ക തുണയായിരിക്കുക, ഒരു വിശ്വസ്തനമായിരിക്കുക, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നല്ലൊരു കുടുംബത്തെയാണ്. ആ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യോശുവയുടെ കുടുംബമാണ്. യോശുവ തൻ്റെ വാർദ്ധക്യ ദശയിൽ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് ഏതും തിരഞ്ഞെടുക്കാം, എന്നാൽ എനിക്കൊരു തിരഞ്ഞെടുപ്പേ ഉള്ളൂ, എൻ്റെ ദൈവത്തെ സേവിക്കുക എന്ന് മാത്രം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രത്യേക കാര്യം അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുടുംബജീവിതം കൊണ്ട് ദൈവനാമം മഹിമപ്പെടണം. നിങ്ങൾ ദൈവത്തെ സേവിപ്പാനുള്ള തികഞ്ഞ ഉറപ്പോടെ നിങ്ങളായിരിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. എൻ്റെ സമയം സമാപ്തമാകുന്നത് കൊണ്ട് ഞാൻ ഇനി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പല കാര്യങ്ങൾ ഓർപ്പിക്കുവാനുണ്ടെങ്കിലും ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിന് മുടക്കം വരരുത്. അതിൻ്റെ ഉത്തരവാദിത്വം ടോമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു എന്താ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന്
സ്ത്രീജനം ബലഹീന പാത്രം കൃപയ്ക്ക് കൂട്ടവകാശികളുമാണ്. അറിഞ്ഞിട്ട് അവളെ ബഹുമാനിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെല്ല എല്ലാവരും കൂടുന്നല്ല, നിങ്ങളെ ദൈവം ഇന്നൊരു കുടുംബമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവം നിങ്ങളെ ഇന്നൊരു കുടുംബമാക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ടോമിനാണ്. ഒരു തരത്തിലും മുടക്കം വരാതിരിക്കത്തക്കതുവണ്ണം എന്തോ വേണമെന്നറിയാമോ? മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വിവരിക്കാൻ നേരമില്ല. അതുകൊണ്ട് പറഞ്ഞാൽ വിവേകം വേണമെന്ന് പറഞ്ഞത്. വിവേകമുണ്ടെങ്കിലേ പ്രാർത്ഥന മുടങ്ങിപ്പോകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് വിവേകത്തോടുകൂടെ നിങ്ങൾ കുടുംബജീവിതം ചെയ്ത് അനുഗ്രഹീതരായിത്തീരുക. ഈ നമ്മുടെ ഇടയിൽ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും ഒരു വലിയ മർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. നമ്മുടെ കർത്താവും സഭയുമായുള്ള വേദിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആ കാര്യമാണ്. നിയോഗിക്കപ്പെട്ട ഗ്ലോറിയ മണവാളനായ ടോമിനെ വലത്തുവശത്തിരുന്നതുപോലെ ക്രിസ്തുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്ന ദൈവസഭയെ കർത്താവിനോടുകൂടി ആയിരിക്കും. അതുകൊണ്ട് ദൈവസഭയിൽ ആരെങ്കിലും ഇതുവരെ ആയിത്തീർന്നിട്ടില്ലെങ്കിൽ ഈ അവസരം അതിനുവേണ്ടി ഉപയോഗിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ കർത്താവ് നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേക ടോമിനും ഗ്ലോറിയായിരിക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും സ്വർഗീയ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തുടർന്ന് കൊയ്ത് ഒരു ഗാനം ആലപിക്കും.
ഓർപ്പിക്കുന്നു. തുടർന്ന് ഈ വിവാഹം ഓർഗനൈസ് ചെയ്യുന്നത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കോട്ടയം ഈസ്റ്റർ സെൻ്ററിൻ്റെ ശുശ്രൂഷകരും യൂത്ത് സഭയുടെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകരും കൗൺസിൽ മെമ്പർ എവരി ബോഡി മെമ്പർ എന്നീ നിലകളിൽ വളരെ ശ്രേഷ്ഠമായ നിലയിൽ സ്തുതിർഹമായ സേവനം ചെയ്യുന്ന കഥാവിദാസൻ മാസ്റ്റർ വി തോമസ് അവറുകൾ തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും. തന്നെ ഏൽപ്പിച്ച ദൈവവചനം അറിയിച്ചുകൊണ്ട് തന്നെ ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കുന്നതാണ്. കർത്താവിദാസനെ വളരെ ആദരവോടുകൂടെ ഞാൻ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. പരിശുദ്ധമേറിയ നാമമായി തുടരുവാനാകട്ടെ. അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. വിശേഷാൽ ഈ ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന എൻ്റെ സഹപ്രവർത്തകൻ കർത്താവദാസൻ ഭാഷൻ രാജൻ ജേക്കബ്, അതുപോലെ തന്നെ നിയുക്ത മധുവിൻ്റെ ഭാഷ പി ജെ രാജു അവറുകൾ, നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ചെറിയ സമയം കൊണ്ട് പകർന്നു തന്ന മഹാരാഷ്ട്ര IPC പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന കഥാവിദാസൻ ജോയ് അവറുകൾ, അതുപോലെ വേദിയിൽ ആയിരിക്കുന്ന വളരെ അനുഗ്രഹീതനായ കഥാവിൻ്റെ ദാസൻ PT തോമസ് അവറുകൾ, എന്നോടൊപ്പം കർത്തൃവേലയിൽ യാതൊരുത്തരായിരിക്കുന്ന പാസ്റ്റർ കെ മാർക്കോസ്, പാസ്റ്റർ ശശിധരൻ, അതുപോലെ തന്നെ ഈ വേദിയിൽ താഴെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഒട്ടനവധി ആളുകൾ, പേരെടുത്ത് പറയേണ്ട പലരും ഉണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ടും ഞാനതിലേക്ക് മുതിരുന്നില്ല. എല്ലാവരെയും കർത്താവിൻ്റെ ഒറ്റ വാക്കിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഭയിലെ യങ്സ്റ്റേഴ്സിനിടയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനാണ് ബ്രദർ ടോമിൻ. ജാടകളില്ലാത്ത, തലക്കനങ്ങളില്ലാത്ത സൗമ്യതയുടെ ഒരു ആൾരൂപമാണ് പ്രിയ ടോമിൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രായത്തെ വെച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതിൻ്റെ ഒരു കൃത്യമായ കൂട്ടിച്ചേർപ്പാണ് ഇവിടെ നടക്കുന്നത്. അതിന് ഒരു സംശയമില്ല. എന്തെങ്കിലും കുറവുണ്ട് എൻ്റെ ഫോൺ നമ്പർ വെച്ചാൽ അറിയാൻ വിളിച്ചോളൂ. ഗ്യാരണ്ടിയോടെ കൂടി ഞാൻ പറയണം. അത്ര ധൈര്യമായിട്ടൊന്നും എല്ലാവരെ കുറിച്ചൊന്നും പറയാൻ ഒക്കുകയില്ല. അത്ര ധൈര്യം ഞങ്ങൾക്ക് വരികയാണ് ചിലതിനെ കുറിച്ചൊക്കെ. പക്ഷെ എനിക്ക് ടോമിനെ ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നതിൽ അഭിമാനമുണ്ട്. ധൈര്യമായി കഴിഞ്ഞ 8 വർഷമാണ് ഞാൻ അവരുടെ പാസ്റ്റർ. 7 വർഷം കഴിഞ്ഞ് 8ാം വർഷത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ട് വളരെ എനിക്ക് അടുത്തറിയാൻ പറ്റും. ആ കുടുംബം ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കർത്താവിൻ്റെ ദാസൻ VT എബ്രഹാം, സിസ്റ്റർ സൂസൻ, അവർ ഞങ്ങളുടെ സഭയ്ക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. പുതുപ്പള്ളി ദൈവസഭയുടെ ട്രഷററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. സഹോദരിമാരുടെ ഇടയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സഹോദരിയാണ് സിസ്റ്റർ സൂസൻ. എല്ലാ ആത്മീയ കൂട്ടായ്മകളിലും സജീവമായി പങ്കെടുക്കുന്ന, വളരെ പ്രാർത്ഥിക്കുന്ന ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ടോമിനൊരു സഹോദരിയുണ്ട്, ടാനിയ, പ്രിയ മകളും പൈതലും വന്നു ചേർന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 101 വയസ്സുള്ള ഒരമ്മച്ചിയുണ്ട്, ടോമിൻ്റെ വെല്ലുവിളിച്ച്. ഇപ്പോഴും ആത്മീയ കൂട്ടായ്മകളിൽ വന്ന് സംബന്ധിക്കും, സഭായോഗങ്ങളിൽ വന്ന് സംബന്ധിക്കും. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും, പ്രായത്തിൻ്റെതായ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ ഒരു കാര്യത്തിനും ആരെയും ആശ്രയിക്കാതെ ഇപ്പോഴും യോഗത്തിന് വരാനായിട്ട് ഈ 101ാമത്തെ വയസ്സിലും സാധിക്കുന്നു എന്നതിൽ സ്തോത്രം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ ആഖാനിലെ കുടുംബം. പ്രിയ ടോമിൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട മകനാണ്. നന്നായി പ്രാർത്ഥിക്കുന്ന, ദൈവവചനം ശ്രദ്ധിക്കുന്ന, സൗമ്യതയോടുകൂടി ഇടപെടുന്ന, പ്രായത്തെ കഴിഞ്ഞുള്ള പക്വതയുള്ള
പ്രിയമകനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഗ്ലോറിയയെ കുറിച്ച് പാസ്റ്റർ വളരെ കൃത്യമായി 2 ദേവദാസന്മാരോട് പറയുകയുണ്ടായി. ഞാൻ ബോംബെയിൽ ഈ വിവാഹ നിശ്ചയത്തിന് വേണ്ടി കടന്നുപോയപ്പോൾ എനിക്ക് ഗ്ലോറിയ തികഞ്ഞ ഒരു ആത്മീയയാണെന്നുള്ളത് ആ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി. ആ ഡ്രസ്സിങ്ങിൽ ഉൾപ്പെടെ അന്നത്തെ ഒരു അടിച്ചുപൊളിയുടെ കാലമായി. പക്ഷേ അന്ന് വലിയ ചമയങ്ങളില്ലാതെ, ചമൽക്കാരങ്ങളില്ലാതെ, വലിയ പത്രാസുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായി ആ പ്രിയപ്പെട്ട മകള്, ഞങ്ങളൊക്കെ എത്ര കല്യാണങ്ങളിൽ സംബന്ധിക്കുന്നവരാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഏകദേശ കാര്യങ്ങൾ കുറേ 1/2 നൂറ്റാണ്ടിനടുത്തായിട്ട് ആളുകളുമായിട്ട് ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് പെട്ടെന്ന് ആളുകളെ അത്യാവശ്യം ഒരു അടുത്ത 1/2 മണിക്കൂറിനുള്ളിലൊക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം ആളാരാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫറായി സഭയിൽ ചെന്ന ആദ്യത്തെ 6 മാസം ആളുകളെ പഠിക്കുകയാണ്. എന്തെങ്ങനെ രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ഗ്ലോറിയയെ കുറിച്ചുകൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി. മോളെ കോട്ടയം പുതുപ്പള്ളി സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷം. നന്നായിട്ട് പ്രസംഗിക്കുന്നതാണ്. എനിക്ക് സന്തോഷം തോന്നി. ഇടയ്ക്ക് വല്ല പരിപാടിക്ക് പോവുകയാണെങ്കിൽ 1/2 മണിക്കൂർ ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റുമല്ലോ എന്നൊരാശ്വാസം എൻ്റെ മനസ്സിലുണ്ടായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് വളരെ വേഗത്തിൽ ദൈവതലത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിനെ ഞാൻ താല്പര്യപ്പെടുക. എഫേസ്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം ഇവിടെ വായിക്കുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചിരിക്കും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദൈവത്തിന്റെ ഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കുറഞ്ഞ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കുടുംബജീവിതം സംബന്ധിച്ച് എല്ലാ ക്ലാസ്സും കൊടുത്ത് വിടാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് അവരെ മാത്രമല്ല, അവർ അത്യാവശ്യം വിവാഹത്തിന് മുമ്പ് ഉള്ള കൗൺസിലിംഗ് ക്ലാസ്സിലൂടെ പങ്കെടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇനി കൂടുതൽ അവരെ പ്രസംഗിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായി ദൈവത്തിന് അറിയാവുന്നവരാണ്. ദൈവദാസന്മാരെയും മാനിക്കുന്നവരാണ്. പ്രിയപ്പെട്ട കുടുംബവും ആ നിലകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്നതിൽ സന്തോഷം. അവരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ അത്യാവശ്യം ഈ ശുശ്രൂഷയ്ക്ക് ഓടുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ ഓർപ്പിച്ച് വേഗത്തെ തിരിച്ചറിയിപ്പാൻ ആഗ്രഹിക്കുക. വിവാഹം എന്നത് ഇവിടെ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യന്റെ സിറകദോസ് കൂടി തീരുമാനിച്ച ഒന്നല്ല. പ്രകൃത സനാതനായ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ആശയമാണ് വിവാഹം. ഒന്നുകൂടി കയറി പറഞ്ഞാൽ കർത്താവും തന്റെ സഭയും അവിടെ അമായിട്ടുള്ള വിശുദ്ധ ബന്ധത്തെ ചിത്രീകരിക്കുന്ന അതിന്റെ നിഴലാണ് ഇന്നിവിടെ നടക്കുന്ന വിവാഹം. യഥാർത്ഥ വിവാഹം മധ്യാകാശത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അത് കർത്താവും തന്റെ സഭയുമായിട്ടുള്ള ആ വിവാഹമാണ്. ഈ വിവാഹത്തെ സംബന്ധിക്കുന്ന എല്ലാവർക്കും അതിന്റെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനം എന്നതിനാൽ വിവാഹത്തെ സംബന്ധിച്ച് ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം, മക്കൾ എങ്ങനെയായിരിക്കണം, അമ്മായിയമ്മ എങ്ങനെയായിരിക്കണം, മരുമകൾ എങ്ങനെയായിരിക്കണം, മക്കള് അവരെ എങ്ങനെ വളർത്തണം, എല്ലാ ആ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്രകാരം ഈ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ ഒരു തട്ടുകേട് വരുവാൻ ദൈവം സമ്മതിക്കില്ല എന്ന് ഞാൻ ഓർപ്പിച്ചു പറയാം. മക്കളെ, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട
സ്ഥാപനം എന്ന നിലയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ വേണം ഈ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കാൻ. ആരൊക്കെ കർത്താവിനോടുകൂടി ജീവിതം ആരംഭിച്ചിട്ടുണ്ടോ, ക്രൈസ്റ്റ് സെന്റേഡ് ആയിട്ടുള്ളൊരു ജീവിതം ആരൊക്കെ നയിച്ചിട്ടുണ്ടോ, അവരുടെ ഒന്നും ജീവിതം ഒലഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ലോകങ്ങളുടെ ഏറ്റവും നമ്പർ 1 പ്രസംഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗമാണ്. വാത്സാധര്യം കൊണ്ട് ലോകത്തെ അളക്കി മറിച്ച പ്രസംഗ പടുക്കളായ ധാരാളം ആളുകളെ നമുക്ക് കാണാം. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെ, നെൽസൺ മണ്ടേലയെ പോലെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ ആളുകളെ ഇളക്കി മറിച്ച ശക്തന്മാരായ പ്രസംഗകരെ നമുക്ക് കാണുവാൻ കഴിയും. അവർ ചെയ്ത ചരിത്ര പ്രസിദ്ധമായ പ്രസംഗങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് പറയാനുള്ള സമയമില്ല. എന്നാൽ യേശു ചെയ്ത പർവ്വത പ്രസംഗത്തിന്റെ പരിയെന്ന് വരാൻ ഈ പ്രസംഗമൊന്നും സാധ്യമല്ല. നല്ല പ്രസംഗങ്ങളായിരുന്നു. ആ പർവ്വത പ്രസംഗം ആരംഭിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്ന പ്രസ്താവനയോടുകൂടിയാണ് മൗണ്ടൻ സെറിമണി ആരംഭിക്കുന്നത്. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം തുടങ്ങുന്നത്. ആ പ്രസംഗം അവസാനിക്കുന്നത് എന്റെ വചനങ്ങളെ ആകിയാൽ എന്നെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവരെല്ലാം ഇന്നവനോട് തുല്യനാകുമെന്ന് പറഞ്ഞ് യഥാർത്ഥ ബുദ്ധിമാൻ ആരാണ് എന്നുള്ള പ്രസ്താവനയോടാണ് ആ പ്രസംഗം അവസാനിക്കുന്നത്. പ്രസംഗം തുടങ്ങുന്നത് യഥാർത്ഥ ഭാഗ്യവാൻ ആരാണെന്ന് പറഞ്ഞു തുടങ്ങുന്നു. യഥാർത്ഥ ബുദ്ധിമാൻ ഡോക്ടറേറ്റ് ഉള്ളവനോ PhD കാരനാണെന്നല്ല. സ്തോത്രം. യഥാർത്ഥ ബുദ്ധിമാൻ യുഗങ്ങളുടെ പാതയായ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ജീവിതം കെട്ടുപണി ചെയ്യുന്നവനാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്ന്. ദൈവത്തിൽ വായിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുക ദൈവം മനുഷ്യപുത്രന്മാരെന്നു. അതുപോലെ തന്നെ നമ്മൾ വായിക്കുകയാണ്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ വളരെ നീതിയിലേക്ക് നടത്തുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമാൻ ബിരുദാനന്തര ബിരുദമുള്ള ആളല്ല, റാങ്ക് ഹോൾഡറല്ല. ഏറ്റവും വലിയ ബുദ്ധിമാൻ സ്തോത്രം യഥാർത്ഥമായി കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തിത്വമാണ്. അവരെ കുറിച്ച് പറയുകയാണ്, എന്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ ആഴെ കുടിച്ച് പാറമേൽ അടിസ്ഥാനമുള്ള മനുഷ്യർ തുല്യനാണ് എന്ന് പറയാണ്. വൻമഴ പെയ്തു, കാറ്റടിച്ചു, ആ വീടിന്റെ ഇടച്ചു, എന്നാൽ അത് പാറമേൽ പടർന്നുകൊണ്ട് വീണില്ല. 2 കെട്ടുപണികളെ കുറിച്ച് പറയുക. ഒന്ന് മണലിന്മേൽ പടർന്ന വീട്, മറ്റൊന്ന് പാറമേൽ പടർന്ന വീട്. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ഞാൻ ചിന്തിക്കുകയാണ്, രണ്ടും ഒരുപക്ഷെ ഒരേ എഞ്ചിനീയർ ആയിരിക്കും പണിതത്. രണ്ടും അടുത്തടുത്ത് നിന്ന വീടുകളാണ്. ഒരേ കമ്പനിയുടെ സിമെന്റ് ആയിരിക്കാം ഉപയോഗിച്ചത്, ഒരേ ബ്രാൻഡ് കമ്പിയും സിമെന്റും ഒക്കെ ആയിരിക്കാം ഉപയോഗിച്ചത്, ഒരേ ക്വാറിയിലുള്ള കല്ലുകളായിരിക്കാം ഉപയോഗിച്ചത്, ഒരേ എഞ്ചിനീയർ ആയിരിക്കാം ഡിസൈൻ ചെയ്തത്. പക്ഷെ ഒരു കാര്യം, രണ്ടും വളരെ നോട്ടത്തിൽ വളരെ ഭംഗിയായി നല്ല വീട്, പുറമെ നോക്കിയാൽ ഒരേ ഷേപ്പിലുള്ള നല്ല വീട് എന്നുള്ള പറയത്തക്കവണ്ണം ഒരുപോലെയായി. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കുക, മണ്മഴ പെയ്തപ്പോൾ, കൊടിക്കാറ്റടിച്ചപ്പോൾ, ആ വീടിന്മേൽ ഉളച്ചപ്പോൾ അതിൽ ഒരു വീട് വീണുപോയി. ആളുകൾ ഓടിക്കൂടി. ആളുകൾ ചോദിച്ചു, അയ്യോ രണ്ടും ഒരേപോലെയുള്ള വീടായിരുന്നല്ലോ, ഒരേ കോലയിൽ നിന്നാണല്ലോ
കല്ലറക്കിയത് ഒരേ കമ്പനിയുടെ സിമെന്റ് ആയിരുന്നല്ലോ ഉപയോഗിച്ചത്, ഒരേ എഞ്ചിനീയറാണല്ലോ ഡിസൈൻ ചെയ്തത്. ഈ വീട് പോകാനുള്ള കാരണം എന്താണ്? അവർ തന്നെ അതിന് ഉത്തരം കണ്ടെത്തി. ഉത്തരം ഇതായിരുന്നു: ആ വീടിന്റെ അടിസ്ഥാനം ശരിയായിരുന്നില്ല. അതിലൊന്ന് വീട് പോകാനുള്ള കാരണം മണലിന്മേൽ പണിതുകൊണ്ട്. അതുകൊണ്ട് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്റെ അടിസ്ഥാനം വിട്ട് മക്കളെ, നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നെങ്കിൽ ഈ ജീവിതത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ പ്രാർത്ഥിച്ചിരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ കർത്തദാസൻ ഓർപ്പിച്ച പോലെ പ്രാർത്ഥന മുടങ്ങിപ്പോകും. ഭർത്താക്കന്മാരോട് പറയുമ്പോൾ സ്ത്രീജനം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് സ്ത്രീജന ബലഹീന മാത്രം എന്നറിഞ്ഞ് അവർ ജീവന്റെ കൃപയ്ക്ക് കുട്ടികളുടെ അവകാശങ്ങളെന്ന് ഓർത്ത് ബഹുമാനം കൊടുപ്പി. പ്രാർത്ഥന മുടങ്ങരുതെന്ന് പുസ്തകം പറയുക. ഞാൻ മക്കളോട് പറയാം, നിങ്ങൾ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ലോകത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും മുടങ്ങാതെ തീരാത്ത ഞങ്ങൾ കർത്തൃദാസൻ നിലയിൽ ഉറപ്പിച്ചു പറയാം മക്കളെ. കഴിഞ്ഞ ഏകദേശം 1/2 നൂറ്റാണ്ടിനടുത്ത് കർത്താവിന്റെ വേല ചെയ്തൊരു ദേവദാസനാണ് ഞാൻ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി വിഷം പിടിച്ച സഭകളിൽ ശുശ്രൂഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങ് വയനാട് മുതൽ അങ്ങ് ദുബായ് വരെ പലയിടങ്ങളിൽ മാറി ശുശ്രൂഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പല വ്യത്യസ്ത സ്വഭാവക്കാരെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വളരെ ശ്രമകരമായ ഇടമാണ്. പാസ്റ്റർമാർക്ക് അത് നന്നായിട്ട് അറിയാം. പക്ഷേ അവിടെ എല്ലാം നിലനിർത്തിയ ഒറ്റ കാര്യം, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറി. ആമേൻ, സ്തോത്രം. എപ്പോഴൊക്കെ പ്രാർത്ഥനാ മുറി കയറിയിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രശ്നങ്ങൾ മഞ്ഞുരുകി മാറുന്നത് പോലെ മാറുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്.